കരിച്ചാപ്പരച്ച് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കരിച്ചാപ്പരച്ച് ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ എപ്പോഴാണ് കഴിക്കുന്നത്? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും മടി പിടിച്ച ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ ഒരു കടിച്ചാപ്പരച്ചി. ഇതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ നാടൻ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് നാളികേരം ചിരകിയിട്ടിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മളെന്താ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസിൽ, എന്നാൽ ദോശമാവ് പോലെ ആവും വേണ്ട, അത്രയും ആ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയിട്ട് നമ്മൾ ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് പരത്തി ചുട്ടെടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ ഇന്ന് അതുണ്ടാക്കി കഴിച്ചു. പക്ഷെ രാവിലെ കേട്ടോ ഉച്ചയാകുമ്പോഴേക്കും നല്ല ദം ബിരിയാണി എൻ്റെ കെട്ടിയവനും ഞാനും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കടിച്ചാപ്പരച്ചി അത്ര വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ, പക്ഷേ നമുക്ക് ഒരു വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കാം. അതും എപ്പോഴൊന്നും പറ്റില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ നമുക്ക് ചെയ്യാം. ഒരു 12:45 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ബിരിയാണി റെഡി ആയി കേട്ടോ. പിന്നെ ഇതാ പുറത്ത് വെറുതെ ഇങ്ങനെ ഇരുന്നതാണ്, ഒരു 1:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ബിരിയാണിയുടെ മണം കേട്ടിട്ട് ഒരു പൂച്ച വന്നിരുന്നു കേട്ടോ. നല്ല വണ്ണമുള്ള പൂച്ചയാണ്. പിന്നെ നാടൻ പൂച്ചയല്ല, വേറൊരു ടൈപ്പ് പൂച്ചയാണ്. നമ്മൾ ഈ ഇതിലൊക്കെ കാണില്ലേ, എന്താ പറയുക, കാർട്ടൂണിലോ അങ്ങനെയൊക്കെ കാണില്ല, അതുപോലത്തെ ഒരു ടൈപ്പ് പൂച്ചയാണ്. അപ്പോൾ അതിന് വന്നപ്പോൾ അച്ഛനും മക്കളും കൂടി കളിപ്പിക്കുകയാണ്. കുഞ്ഞുമോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൂച്ചേനെയും പട്ടീനെയും നായനെയും ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് തിന്നാനൊക്കെ കൊടുക്കും. പക്ഷെ അതിനെ തൊടാനോ ഇതാക്കാനോ ഒന്നും ഞാൻ മെനക്കെടില്ല കേട്ടോ. പൂച്ചേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയും വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അമ്മയും എല്ലാവർക്കും കൂടി ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതാണ്. അതൊരു രസമല്ലേ, എല്ലാവരും കൂടി ഇരുന്ന് കളിച്ച് ചിരിച്ച്, അത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണല്ലോ. കുഞ്ഞുമോളും ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ആദ്യം ഫുഡ് കൊടുത്തു കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റിംഗ് ലൈറ്റും സ്റ്റാൻഡ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്ന തിരക്കായിരുന്നു. അതിൽ നോക്കിയിട്ടാണ് ശ്രീന് ഇപ്പോൾ സംസാരിച്ചത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞുമോള് പറയുകയാണ് നമുക്ക് വേടനെ കാണാൻ പോകണം, കോട്ട മൈതാനത്തിലാണ് വരുന്നുണ്ട് പാലക്കാട്, നമുക്ക് പോകണം എന്നൊക്കെ പറയുമായിരുന്നു. ഇത് സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് 4:30 കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് പിരിച്ചു വിട്ടിട്ട് വേണം പോകാനായിട്ട്. ബിരിയാണി ഇന്ന് ഉണ്ടാക്കിയത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ദം ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആസ്വദിച്ചിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുടുംബശ്രീ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ വൈകിട്ട് അങ്ങനെ വേടനെ കാണാൻ ഒരുങ്ങി പോവുകയാണ് കേട്ടോ. ചെർപ്പുളശ്ശേരി ഭാഗത്തേക്ക് മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു വഴിനീളെ മഴയുണ്ടാവുമെന്ന്, പക്ഷേ അവിടെ എത്തുന്ന വരെ മഴ പെയ്ത് തോർന്നിരിക്കുന്നു കേട്ടോ. അത് ഈ ഒരു ലെവലിലാണ്, റോട്ടിൽ കൂടെ ഒക്കെ വെള്ളമുണ്ട്. ഞങ്ങളൊരു തുള്ളി മഴ നനഞ്ഞിട്ടില്ല. ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ മഴ പെയ്ത് തോർന്നിട്ട് നമ്മളിങ്ങനെ ഈ ഒരു യാത്ര പോകുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെർപ്പുളശ്ശേരി ടു പാലക്കാട് നമ്മൾ ഈ വൈകുന്നേരം 4 to 5 ആ ഒരു ടൈമിൽ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ അതൊരു സൂപ്പർ വൈബാണ് കേട്ടോ. നല്ല ഇങ്ങനെ വെയിലില്ലാതെ ഇങ്ങനെ വെയിൽ കാറിയിട്ട് പോകുന്ന സമയത്ത് നല്ലൊരു വൈബാണ് കേട്ടോ. മനസ്സിന് കുറച്ച് പോസിറ്റീവ് എനർജിയും സന്തോഷം ഒക്കെ കിട്ടും. വേടനെ കാണുന്നതിൻ്റെ വൈബും കാര്യങ്ങളും എല്ലാം നമ്മുടെ മക്കൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു യാത്രയുണ്ടല്ലോ, അത് ഭയങ്കര സുഖമായിരുന്നു കേട്ടോ. കുഞ്ഞുമോളും അവളുടെ അമ്മയും പിന്നെ ഞാനും ഏട്ടനും മക്കളും എല്ലാവരും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് ഒന്നാമത് കഴിഞ്ഞ ആഴ്ച കുറച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 5:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. പിന്നെ ഇപ്പോൾ ഇരുട്ടാവാറായിട്ടോ. ഇതിപ്പോൾ പകുതി ദൂരം എത്തിയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് പോകാനുണ്ട്. ഈ ഒരു സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. കാരണം നമ്മളിവിടെ വീട്ടിൽ 5:30 കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് തന്നെ ഇറങ്ങാറില്ല. അധിക സമയം വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഉമ്മർത്ത് പിന്നെ ഷീറ്റ് ഇറക്കിയിരിക്കുകയല്ലേ, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ആകാശം കാണുന്നതൊക്കെ നല്ല ദുർലഭം നിമിഷങ്ങളിൽ മാത്രമാണ്. ആദ്യമൊക്കെ നമ്മൾ കുട്ടികളാവുന്ന സമയത്തൊക്കെ ഏത് സമയം നമ്മൾ മുറ്റത്തുനിന്ന് ഇറങ്ങാതിരിക്കും.
ഫ്രീ എൻട്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. പോലീസുകാർക്കൊന്നും തിരക്കിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് മയങ്ങി വീഴുന്നുണ്ട്. എന്തായാലും വേടനെയൊക്കെ കണ്ടു, അതുപോലെ തന്നെ വേടൻ്റെ പാട്ടും കേട്ടു. വന്ന കാര്യമൊക്കെ നടന്നു. തിക്കും തിരക്കും കണ്ടപ്പോൾ നമുക്ക് കാണാനും പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കുട്ടികൾക്ക് സന്തോഷമായിട്ട്, ഒരുപാട് സന്തോഷമായി. അവരുടെ പാട്ടിൻ്റെ ഒപ്പം തന്നെ അവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ശ്രീനുവിന് പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അതുപോലത്തെ ഇങ്ങനത്തെ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ നന്നായിട്ട് കളിക്കുകയും ചെയ്യും കേട്ടോ. വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഒപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഭാഗം അധികമായിട്ട് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുമോ എന്നൊരു പേടിയുണ്ട്. എന്നാലും ഞാൻ ചെറിയൊരു ഷോട്ടിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്. എന്താവോ എന്തോന്നറിയില്ല. എന്നാലും ഇത്ര വലിയ തിരക്കിനിടയിലും നമ്മുടെ മക്കൾക്ക് കളിക്കാൻ ഭാഗത്തിന് സ്ഥലവും കൂടിയും കിട്ടിയിട്ടോ. അതാണ് രസം. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ. ചില സമയത്തൊക്കെ അവർക്കുള്ള അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കണ്ടേ അച്ഛനമ്മമാർ എന്നുള്ള നിലയ്ക്ക്. പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു വലിയ പണി കിട്ടിയിട്ടോ. ഒരു 8ൻ്റെ പണിയാണ് കിട്ടിയത്. ടയർ അങ്ങോട്ട് പഞ്ചറായി നമ്മുടെ വണ്ടിയിൽ. ടയർ മാറ്റാറായതാണ്. അപ്പോൾ വരുമ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ടയർ മാറ്റിയല്ലോ എന്ന്. പിന്നെ നമ്മൾ വിചാരിച്ചു നേരം വഴുകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റാതെ പോകുന്നതാണ്. പക്ഷേ നമുക്ക് നല്ലൊരു 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ചെർപ്പളശ്ശേരിക്ക് ബസ്സും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് പോസ്റ്റ് അടിക്കുക. കുറച്ച് നേരം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നോക്കി. നല്ല ക്ലാരിറ്റി തോന്നി ആ ഒരു വെളിച്ചത്തിൽ കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തുമെന്ന് ആലോചിച്ചിരിക്കുകയെന്ന്. കുറച്ച് നേരമൊക്കെ അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ടയർ മാറ്റാനോ അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കാനോ പറ്റുമോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ ചെർപ്പളശ്ശേരിക്ക് വന്നു കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10-10:15 ആയിട്ടുണ്ട്. പിന്നെ നേരെ അവിടെ നിന്ന് പോന്നു. ഒലവക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വീട് എത്തുമ്പോൾ സമയം 12 മണിയായിട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയില്ല. നമ്മളവിടെ ഫ്ലോപ്പായ ഭാഗത്ത് കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ വണ്ടിയിൽ കയറിയതും ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ വീട് എത്തിയിട്ട് നമ്മൾ എഴുന്നേൽപ്പിച്ച് പിന്നെ ഉച്ചയ്ക്കത്തെ ബിരിയാണിയൊക്കെ ഒന്ന് ചൂടാക്കി അവർക്കൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.